وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സനാബിലിന്റെ ഖുർആൻ പഠിതാക്കൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം വുജൂബാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാനിനെ അതർഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാനും വിശുദ്ധ റമളാനിലൂടെ നേടിയെടുക്കുന്ന മുഴുവൻ പുണ്യങ്ങളും വാരിയെടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 80-ാം അധ്യായമായ സൂറത്ത് അബസയിലെ 32 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടെ സൂറത്ത് അബസ അവസാനിക്കുകയാണ്. 33 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് റബ്ബ് തആല ഓർമ്മപ്പെടുത്തി. ഓരോ ദിവസവും നമ്മുടെ ജീവിതം നിലനിൽക്കുവാൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ ഭക്ഷണം കഴിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടത്, മനുഷ്യരെ, അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് എന്തുകൊണ്ട് അവർ ആലോചിക്കുന്നില്ല? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ആ ഭക്ഷണത്തിലൂടെ നൽകിയത് ഞാനാണ്. നിങ്ങൾക്കും അതുപോലെ വലിയ അൻആമിക്കും, നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിന് വേണ്ടിയാണ് ഞാനിതെല്ലാം നൽകിയത് എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി. ഇതിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹുവിന്റെ ഈ നിഅമത്തുകളൊക്കെ നിരന്തരമായി ഓർക്കണമെന്നും അങ്ങനെ നന്ദിയുള്ള നല്ല അടിമകളായി മാറണമെന്നുമുള്ള സന്ദേശമാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നന്ദികേടിന്റെ വഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരമെങ്കിൽ തീർച്ചയായും അവർ ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. നന്ദികേടുമായി നടന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകരമായ ഒരു ദിവസമുണ്ടെന്നും ആ ദിവസത്തിന്റെ ഭയാനകതയുമാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. فإذا جاءت الصاخة ജാഅ വന്നു, ഫഇദാ ജാഅതി എന്നാൽ വന്നാൽ എന്ത് വന്നാൽ? അസ്വാഖ ചെകിടടപ്പിക്കുന്ന ശബ്ദം എന്നാണ് സ്വാഖയുടെ അർത്ഥം. സ്വാഖ എന്നാൽ ചെകിടൊക്കെ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള അതിഭയാനകരമായ ശബ്ദം. ഫഇദാ ജാഅതി സ്വൈഹത്തുൽ അളീമതു അല്ലതി തസുഖുൽ അദാന വഹിയ അന്നഫഖതു സാനിയ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു പറയുന്നുണ്ട്. എന്നാൽ ചെകിടടപ്പിക്കുന്ന ഉച്ചത്തിലുള്ള അതിഭയാനകരമായ ആ അട്ടഹാസം, സ്വൈഹത്തുൽ അളീമ,
ഭയാനകരമായ ഉച്ചത്തിലുള്ള ആ അട്ടഹാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ ചെവി പോലും പൊട്ടിപ്പോകുന്നതാണ്. അത്രയും ഭയാനകരമായിരിക്കും അത്. വഹിയ ഏതാണ് ആ അട്ടഹാസം? ആ സ്വാഹ ഏതാണ്? അന്നഫ്ഖത്തു സാനിയ, രണ്ടാമത് ഊതപ്പെടുന്ന കാഹളത്തിലുള്ള ആ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. അന്ത്യനാളിൽ സംഭവിക്കുന്ന ഊത്ത്, സൂറന്ന കാഹളത്തിലുള്ള ഊത്തിനെ കുറിച്ച് പല സൂറത്തുകളിലൂടെ നമ്മൾ പഠിച്ചതാണ്. ആ രണ്ടാമത്തെ കാഹളത്തിലെ ഊത്തിനെ കുറിച്ചാണ് അസ്വാഹ, അതിന്റെ ആ ഉഗ്രത നിമിത്തം ചെകിട് പൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള അതിഭയാനകരമായ ശബ്ദം എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ആ ദിവസം വന്നു കഴിഞ്ഞാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീം, ആ സ്വാഹയങ്ങ് വന്നാൽ, ആ അന്ത്യനാളങ്ങ് എത്തിക്കഴിഞ്ഞാൽ, സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, യൗമ, ആ ദിവസം, യഫിറുൽ മർഉ, മനുഷ്യൻ ഓടിപ്പോകുന്നതാണ്, മനുഷ്യൻ വിട്ടോടിപ്പോകുന്നതാണ്. ആരിൽ നിന്ന്? മിൻ അഖീഹി, തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ആ ദിവസം. പിന്നെയോ വ ഉമ്മിഹി വ അബീഹി, തന്റെ മാതാവിനെയും തന്റെ പിതാവിനെയും വിട്ടോടിപ്പോകുന്ന ദിവസം. വ സ്വാഹിബത്തിഹി, തന്റെ ഇണയെയും, വ ബനീഹി, തന്റെ സന്താനങ്ങളെയും, തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും തന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരനെയും എല്ലാവരെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം. ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ, ലികുല്ലി ഇംറിഇം മിൻഹും, അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും ശഅ്നുൻ യുഗ്നീ, തനിക്ക് മതിയാകുന്നതാണ്, തനിക്ക് മതിയാകുന്നത്ര ചിന്താ വിഷയം അന്ന് ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം ഓരോ മനുഷ്യനും തനിക്ക് മതിയാകുന്നത്ര ചിന്താ വിഷയം അന്ന് ഉണ്ടായിരിക്കുന്നതാണ്. എന്താണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്, ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? ആ അന്ത്യനാളിന്റെ ആ ഭയാനകരമായ ദിവസത്തിൽ ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്ത് വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഒരാൾക്കും മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമുണ്ടാവുകയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗവും നാം മാറ്റിവെക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ നിത്യചിലവിന് വേണ്ടി, അവരുടെ ഉപജീവനത്തിന് വേണ്ടി, ഇണകൾക്ക് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, സഹോദരന്മാരുടെ അവരുടെ പുരോഗമനത്തിന് വേണ്ടിയാണ് നാം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, നമ്മുടെ സമ്പത്ത് ചിലവഴിക്കുന്നത്. നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ഈ പറയപ്പെട്ട ആളുകളെയാണ്. എന്നാൽ നാളെ പരലോകത്ത് എത്തുന്ന സമയത്ത്, അന്ത്യനാളിൽ നേർക്ക് നേരെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയോ മക്കളെയോ ഇണകളെയോ സഹോദരന്മാരെയോ കണ്ടാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കുക പോലുമില്ല. എല്ലാവരിൽ നിന്നും യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ വിട്ട് ഓടിപ്പോകുന്നതാണ്. കാരണം എന്താ? ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ, അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാകുന്നത്ര ചിന്താ വിഷയം അന്നുണ്ടായിരിക്കും. എല്ലാവരും തന്നെ കുറിച്ചാണ് ആലോചിക്കുക. ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ആലോചിക്കൂ. എന്റെ ഗ്രൂപ്പിൽ ഈ ആയത്തിന്റെ അർത്ഥം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളും ഓരോ സഹോദരിമാരും നമ്മുടെ ഇഷ്ടപ്പെട്ട ബാപ്പയെ കുറിച്ചുള്ള ആലോചനയില്ല, ഉമ്മയെ കുറിച്ചുള്ള ചിന്തയില്ല, മാതാപിതാക്കളെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഇണകളെ കുറിച്ചോ ആലോചനയില്ല. അവരുടെ പ്രയാസങ്ങളെ കുറിച്ചുള്ള യാതൊരു നൊമ്പരങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നില്ല. കാരണം എന്താണ്? ഓരോരുത്തർക്കും അവൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ധാരാളം ആലോചിക്കാനുണ്ട്. ഭൗതികമായ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ തിന്മകളെ കുറിച്ച് ആലോചന. എല്ലാവരും നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തത്തെ കുറിച്ച് മാത്രമാണ് അന്നത്തെ ദിവസം ആലോചിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഒരാളും ഒരാളെ കുറിച്ചും ആലോചിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അതുപോലെ മുലയൂട്ടുന്ന ഓരോ തള്ളയും മറക്കുന്നതാണ് അവർക്കുള്ള പിള്ളയ തന്നെയും. ഒരു ഉമ്മ തന്റെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സമയം അവരുടെ ചെറുപ്രായത്തിലാണ്. എന്നാൽ മുലകുടി പ്രായത്തിലുള്ള സ്വന്തം കുഞ്ഞിനെ പോലും മറന്നു പോകുന്ന ദിവസമാണ്, അവരെ കുറിച്ച് പോലും ചിന്തിക്കാത്ത ദിവസമാണത്. മഹാന്മാരാകുന്ന മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയതായി കാണാം. ഇദാ ജാഅ, വന്നു കഴിഞ്ഞ സ്വൈഹത്തുൽ ഖിയാമ, അന്ത്യനാളിന്റെ ആ ഭീകരതയാൽ ചെവികളിൽ അലയടിക്കുന്ന അന്ത്യനാളിന്റെ ആ ഘോര ശബ്ദമങ്ങ് വന്നു കഴിഞ്ഞാൽ,
അല്ലതീ തസുഹു ലിഹൗലിഹൽ അസ്മാ. അന്നത്തെ ദിവസം ജനങ്ങൾ കാണുന്ന ഭയാനകതകളാലും അതേ പ്രകാരം കർമ്മങ്ങളിലേക്കുള്ള ആവശ്യത്താലും ഹൃദയങ്ങൾ വല്ലാതെ പേടിച്ച് വിറക്കുന്നതാണ്. മനുഷ്യൻ വിട്ടോടി പോകുന്ന ദിവസമാണത്. എല്ലാവരും വിട്ടോടി പോകും. ജനങ്ങളിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന്, വാത്സല്യമുള്ളവരിൽ നിന്നും, അതായത് മനുഷ്യൻ തന്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും തന്റെ ഭാര്യയെയും ഭർത്താവിനെയും തന്റെ മക്കളെയും എല്ലാവരിൽ നിന്നും ഓടിപ്പോകും. എല്ലാവരിൽ നിന്നും ഓടിപ്പോകും. കാരണം എന്താ? ഖദ് ശഅൽതുഹു നഫ്സുഹു. എന്തേ ഓടിപ്പോകാനുള്ള കാരണം? എന്തേ ഓടിപ്പോകാനുള്ള കാരണം? അവൻ അവന്റെ കാര്യത്തിൽ തന്നെ വ്യാപൃതനായിരിക്കും. സ്വന്തത്തെ മോചിപ്പിക്കലാണ്. ഓരോരുത്തരും ആലോചന, സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ഭാര്യയെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുക, അവരെ രക്ഷപ്പെടുത്തുക, അതല്ല ഒരാളും ആലോചിക്കുക. പിന്നെന്താ? അല്ലോ എനിക്ക് രക്ഷപ്പെടണം. സ്വന്തത്തെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ആ ഒരു ചിന്തയാണ്, അതായിരിക്കും ഓരോരുത്തർക്കും പ്രധാനം. മറ്റൊന്നിലേക്കും തിരിയാൻ ഒരു മനുഷ്യനും കഴിയില്ല. ലികുല്ലി വാഹിദിൻ മിൻഹും മാ യുശ്ഇലുഹു അനിൽ ആഖരി മിൻ ശിദ്ദത്തിൽ കർബി ഫീ ദാലികൽ യൗം. ആ ദിവസത്തിലെ പ്രയാസത്തിന്റെ കാഠിന്യത്താൽ ഓരോ മനുഷ്യനും മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത വിധം, ഒരാളെ കുറിച്ചും ശ്രദ്ധിക്കാൻ സാധിക്കാത്ത വിധം സ്വന്തം വിഷയങ്ങൾ തന്നെ ധാരാളം ഉണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അന്ത്യനാളിന്റെ ഭയാനകതയുടെ ഗൗരവത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ വിരൽ ചൂണ്ടുന്നത്. അന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്. ആ ദിവസത്തിൽ രക്ഷപ്പെടുന്നവരുണ്ട്, എന്നാൽ ആ ദിവസത്തിൽ പരാജയത്തിന്റെ രുചി അറിയുന്നവരുമുണ്ട്. എല്ലാവരും ഒരേ അവസ്ഥയിലായിരിക്കില്ല ആ ദിവസം ഉണ്ടാവുക. യൗമുസ്വാഖയിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ഭക്തിയോടുകൂടെ അല്ലാഹുവിന് നന്ദിയുള്ളവരായി ജീവിച്ചവരും നന്ദികേടിലും ധിക്കാരത്തിലുമായി ജീവിച്ചവരും രണ്ടു കൂട്ടരും ഒരുപോലെയായിരിക്കില്ലെന്നും, എങ്ങനെയാണ് നന്ദി കാണിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് തുടർന്ന് അല്ലാഹു തആല പറയുന്നു. അത് കഴിഞ്ഞിട്ട് നന്ദികേട് കാണിക്കുന്നവരുടെ അവസ്ഥയും പറയുന്നുണ്ട്. നന്ദിയുള്ള അടിമകളായി ലോകത്ത് ജീവിച്ചവരുടെ അവസ്ഥ എന്താ? ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. എന്നാൽ വവുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നത്തെ ദിവസം അലൈഹ, ആ മുഖത്തിന്റെ മേൽ, ഗബറ, അത് പൊടി പുരണ്ടിരിക്കും. ഒബറത്ത്, പൊടി പുരണ്ടിരിക്കും. അവരുടെ മുഖം കറുത്തിരുണ്ടിരിക്കും. തർഹഖുഹാ ഖതറ, അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. അവരുടെ മുഖങ്ങളിലെല്ലാം വല്ലാത്ത കൂരിരുട്ടും അതുപോലെ പൊടിയും പുരണ്ടിരിക്കും. ആരാണവർ? ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ, അക്കൂട്ടരാകുന്നു. ഉലൈക, അക്കൂട്ടർ, ഹും, അവർ, അൽ കഫറ, അവിശ്വാസികളാണ്. അതുപോലെ അൽ ഫജറ, അധർമ്മകാരികളുമാണ്. അപ്പൊ ചില മുഖങ്ങൾ അന്ന് പൊടി പുരണ്ടിരിക്കും, അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. അക്കൂട്ടരാകുന്നു അവിശ്വാസികളും അധർമ്മകാരികളുമായിട്ടുള്ളവർ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അവിശ്വാസികളും അധർമ്മകാരികളുമായി ജീവിച്ച ആളുകളുടെ അവസ്ഥ നാളെ പരലോകത്ത് അങ്ങനെയായിരിക്കും. അവരുടെ മുഖങ്ങളെല്ലാം വല്ലാത്ത പൊടി പുരണ്ട്, വല്ലാത്ത കൂരിരുട്ട്, ഒരു പ്രകാശത്തിന്റെ കിരണങ്ങളും അവരുടെ മുഖത്ത് ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ, വവുജൂഹുൻ, മുഖങ്ങൾ, ആരുടെ മുഖം? മഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുടേത്. അന്ന് പൊടി പുരണ്ടിരിക്കും. യൗമഇദിൻ അലൈഹാ ഗബറ, അന്ന് പൊടി പുരണ്ടിരിക്കും. ഐ തഗ്ഷാഹാ ഖതറ, അതെ, അവരുടെ മുഖത്തിനെ കൂരിരുട്ട് മൂടിയിരിക്കും. കറുത്ത കൂരിരുട്ട്. നന്മകളില്ലാതെ നിരാശപ്പെടുകയും തന്റെ നാശവും ദൗർഭാഗ്യവും തിരിച്ചറിയുകയും ചെയ്തത് കാരണമാണ്. ദുനിയാവിൽ നിന്ന് എനിക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും എനിക്ക് ലഭ്യമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു, എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ആ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ എഴുതാനോ ഞാൻ സമയം കണ്ടെത്തിയില്ല. മറിച്ച് എന്റെ ചിന്തകൾ റീൽസിന്റെ പിന്നാലെയായിരുന്നു. ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും ഒരുപാട് ഫജറകൾ ഉണ്ടായിരുന്നു, തോന്നിവാസങ്ങൾ ഉണ്ടായിരുന്നു, അധർമ്മങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി സമയം ചിലവഴിച്ചു. എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവും എല്ലാം ഞാൻ അതിനു വേണ്ടിയാണ് ചിലവഴിച്ചത്. അത്തരം നന്മകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ആ വല്ലാത്ത ഒരു ദുഃഖം അവന്റെ മനസ്സുകളിൽ ഉണ്ടാകും. ആ ദൗർഭാഗ്യവും തന്റെ നാശവും തിരിച്ചറിഞ്ഞത് കാരണമാണ് അവരുടെ മുഖം ഇങ്ങനെ കൂരിരുട്ട് ബാധിച്ചത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്.
എന്നിട്ട് അള്ളാഹു പറയുന്നു തുടർന്ന് ഉലൈകല്ലദീന ബിഹാദൽ വസ്ഫ്, ഇക്കൂട്ടർ ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടവർ ആരാണത്? അവിശ്വാസികളും അധർമ്മകാരികളുമായ ആളുകൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചവരാണവർ. എനിക്ക് ഈ കിട്ടിയ നിഅമത്തുകളെല്ലാം, എന്റെ കയ്യിലുള്ള സമ്പത്ത്, എന്റെ ആരോഗ്യം, എന്റെ ഈ പ്രശസ്തി എല്ലാം ഞാൻ നേടിയെടുത്തതാണ്, എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്. ഇതായിരുന്നു മനുഷ്യന്റെ ചിന്ത. അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും അവൻ നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വല്ലാത്ത ധൈര്യം കാണിക്കുകയും ചെയ്ത ആളുകളാണവർ. അതുകൊണ്ടാണ് അവരുടെ മുഖം കറുത്തിരുണ്ടത് എന്ന് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിശുദ്ധമായ 80-ാം അധ്യായമായ സൂറത്തുൽ അബസയിൽ അള്ളാഹു തആല നമുക്ക് ധാരാളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പല സന്ദേശങ്ങളും അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ റമളാനാണ് വരുന്നത്. അത് വീണ്ടും വീണ്ടും വാഴിച്ച് അതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. നാളെ പരലോകത്ത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടുകൂടെ മുഖം പ്രസന്നതരായി നാളെ പരലോകത്ത് വരാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുഹൃതവാന്മാരായ യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പറയാ, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി റബ്ബിനെ ഭയപ്പെട്ട് കാണേണ്ടത് മാത്രം കണ്ട് കേൾക്കേണ്ടത് മാത്രം കേട്ട് സംസാരിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവയവമാകുന്ന നാവ് കൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടുന്നത് മാത്രം സംസാരിച്ച് അള്ളാഹു പൊരുത്തപ്പെടുന്നതിലേക്ക് മാത്രം കാൽപ്പാടുകൾ വെച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത നന്ദിയുള്ള അടിമകളുടെ അവസ്ഥ എന്തായിരിക്കും ആ ദിവസം? വുജൂഹുൻ, ചില മുഖങ്ങളുണ്ട്, യൗമഇദിൻ, അന്നത്തെ ദിവസം, മുസ്ഫിറ, പ്രസന്നമുള്ളവയായിരിക്കും. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. അതുപോലെ ളാഹികതുൻ, അവര് ചിരിക്കുന്നവയായിരിക്കും. ചില മുഖങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. മുസ്തബ്ശിറ, വല്ലാത്ത സന്തോഷം കൊള്ളുന്നവയുമാണ്. അന്നത്തെ ദിവസം ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും, ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും ചില മുഖങ്ങൾ. അതാരാണ്? അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുകയും തിന്നുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചതിന് നന്ദി ചെയ്ത്, ഓരോ ദിവസവും കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ആലോചിച്ച് അതിന് നന്ദി ചെയ്ത്, സ്വന്തം ശരീരത്തിലേക്ക് ആലോചിച്ച് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ച് അതിനൊക്കെ കൃത്യമായി നന്ദിയുള്ള ശാകിരീങ്ങളായി മാറിയാൽ അവരുടെ മുഖങ്ങൾ വല്ലാത്ത സന്തോഷവും ചിരിക്കുകയും പ്രസന്നതയും ഉണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അന്നേരം മനുഷ്യരെ രണ്ടായി വേർതിരിയും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ലോകത്തിലുള്ള മനുഷ്യന്മാരെ ഫരീഖൈനി, രണ്ട് വിഭാഗമായി വേർതിരിക്കും. ഒന്ന് സൗഭാഗ്യവാന്മാരാണ്, രണ്ടാമത്തേത് വാഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുമാണ്. ഇങ്ങനെ രണ്ട് വിഭാഗം ഉണ്ടാകും നാളെ പരലോകത്ത്. സുഅദാ ഉണ്ടാകും, അഷ്ഖിയാവും ഉണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളെ സുഅദാ ആകുന്ന ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറത്തുൻ ളാഹികത്തുൻ മുസ്തബ്ശിറ എന്ന് പറയുന്ന ആ മഹനീയമായ പദവി നൽകി ഞങ്ങളെ നീ ആദരിക്കുകയും ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നൽകുകയും ചെയ്യണേ റഹ്മാനേ. അഷ്ഖിയായിൽ നിന്ന് രക്ഷപ്പെടുത്തണം. രണ്ട് വിഭാഗമായി വേർതിരിക്കും. ഫഅമ്മ സുഅദാഉ, ആരാണ് സൗഭാഗ്യവാന്മാർ? ആരാണ് സൗഭാഗ്യവാന്മാർ? ഫവുജൂഹും, അവരുടെ മുഖങ്ങൾ അന്നത്തെ ദിവസം മുസ്ഫിറ, ഖദ് ളഹറ ഫീഹാ അസ്സുറൂറു വൽ ബഹ്ജാ, സൗഭാഗ്യവാന്മാരുടെ മുഖമായിരിക്കും അന്ന് പ്രസന്നതയുണ്ടാവുക. സുഖാനുഗ്രഹം നേടി വിജയിച്ചതിലും അതേ പ്രകാരം മിമ്മാ അറഫൂ മിൻ നജാതിഹിം, അള്ളാഹുവിന്റെ മഹനീയമായ സുഖാനുഗ്രഹങ്ങൾ നേടി ഞങ്ങൾ വിജയിച്ചല്ലോ എന്ന സന്തോഷമാണ് അവർക്കുണ്ടാവുക. അതേ പ്രകാരം തങ്ങളുടെ രക്ഷയറിഞ്ഞതിലുള്ള സന്തോഷമാണ്. രണ്ട് വിഭാഗമാക്കി. ആ ഒരു വിഭാഗത്തിനെ ഫരീഖും, സ്വർഗത്തിലേക്കുള്ള ഒരു വിഭാഗം, നരകത്തിലേക്കുള്ള മറ്റൊരു വിഭാഗം. ഞങ്ങൾ സുഅദാഅല്ലോ, ഫരീഖും ഫിൽ ജന്നയായല്ലോ എന്നതിലുള്ള വല്ലാത്ത സന്തോഷമാണ് അവരുടെ മുഖത്തുണ്ടാവുക. അത് അവരുടെ മുഖത്ത് വളരെ കൃത്യമായി പ്രകടമാകും
എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ളാഹികതും ഫരിഹതും ബിമാ അഅജ്ജല്ലാഹു ലഹാ മിൻ റഹ്മതിഹി. അല്ലാഹു അവർക്ക് വേണ്ടി അവന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരുക്കി വെച്ചിട്ടുള്ള, റഹ്മാനായ റബ്ബ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ കാരണത്താൽ ആ മുഖങ്ങൾ വല്ലാത്ത ചിരിയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 38, 39 ആയത്തുകളിൽ നമുക്ക് പെടണ്ടേ? ആ വിഭാഗത്തിലാകണ്ടേ? നമുക്ക് എന്ത് വേണം? നന്ദിയുള്ള അടിമകളായി മാറണം. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് ഏത് സമയത്തും എപ്പോഴും ആലോചിക്കണം. എന്നിട്ട് അതിന് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ റസൂല് പോലും ചോദിച്ച വാചകല്ലേ, അഫല അകൂന അബ്ദൻ ഷക്കൂറ. ആയിഷ കാല് നീര് വെച്ച് പ്രിയപ്പെട്ട പ്രവാചകൻ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടപ്പോ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ ചോദിച്ചു പോയതാ റസൂലിനോട്, എന്തിനാ നബി അങ്ങ് ഇങ്ങനെ വേദനിച്ച് കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ഇങ്ങനെ നീര് വെക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കുന്നത്? അങ്ങയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടില്ലേ, പിന്നെങ്ങനെ കഷ്ടപ്പെടണോ? ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞത്, ആയിഷ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ ഞാൻ എന്ന് ചോദിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും ചോദിക്കാൻ കഴിയണം, നന്ദിയുള്ള അടിമകളാകണ്ടേ നമുക്ക്? നാളെ സന്തോഷത്തോടുകൂടെ പ്രസന്നവദനായി നാളെ പരലോകത്ത് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള സന്ദർഭങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുകയും നന്ദിയുള്ള അടിമകളാവുകയും ചെയ്യുക. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരാണ്. അവരുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും പാവങ്ങളായ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിവിധ ആളുകൾ വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിലുണ്ട്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ആ ഖബറുകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഞങ്ങളുടെ സനാബിലെ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി എല്ലാമായിരുന്ന പലരും, അബൂബക്കർ ഹാജിയെ പോലെയുള്ള പലരുമുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ വിശുദ്ധ വേദഗന്ധമായ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ, അവർക്ക് ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കുവാൻ പ്രയാസപ്പെടുന്ന, അതിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അതിന് വേണ്ടി സാമ്പത്തികവും ശാരീരികവുമായ എല്ലാവിധ പിന്തുണയും നൽകുന്ന സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ, നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഖുർആനിന്റെ വെളിച്ചം ഞങ്ങളുടെ മനസ്സുകളിൽ നീ ദൃഢമാക്കി ഉറപ്പിച്ചു നിർത്തണം റഹ്മാനെ. അള്ളാഹുവേ, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ ഖുർആൻ പഠിതാക്കളാക്കി മാറ്റണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരാണ്. എല്ലാവർക്കും നീ പൂർണ്ണമായ ശമനവും ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, പലരും ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അള്ളാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ദുന്യാവിൽ ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ആഖിറത്തിൽ ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, സന്തോഷത്തോടെ പ്രസന്നവനായി ആ വുജൂഹി യൗമഇദിൻ, മുഖം പ്രസന്നവരായി വരും എന്ന് പറയുന്ന നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. മുഖം കറുത്തിരുണ്ടു പോകുന്ന ആ ഫജറുകളിൽ അതേ പ്രകാരം സത്യനിഷേധികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലം വരെ ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ സ്വർഗ്ഗം വുജൂബാക്കണം റഹ്മാനെ. നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, വിശുദ്ധ റമളാൻ വരികയാണ്, ഞങ്ങളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അള്ളാഹുവേ, റമളാനിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم ربنا تقبل دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعلنا من اهل الجنة ولا تجعلنا من اهل النار. اللهم اجرنا من النار. اللهم
اللهم أجرنا من النار، اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار، اللهم بلغنا رمضان، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفر فيه أني وعنكم وأن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് നൽകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.